ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് എന്തായാലും ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, പാക്ക് വേറെ ഒന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. നെതർലാൻഡ്സിൻ്റെ പാക്ക് തന്നെയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു 900 കോയിനുള്ളൂ ഗൈസ്. 1400 കോയിൻ ഉണ്ടായിരുന്നതാണ്. ഞാനൊരു 600 കോയിൻ എന്തോ ഞാൻ നെതർലാൻഡ്സിൻ്റെ ബാഗിൽ പൊട്ടിച്ചു കളഞ്ഞു. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ലാപ്പ് തന്നെ ഫസ്റ്റ് ടൈം കളിച്ച് തുടങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിന്ന് ഒരു ഫ്രീ സ്പിൻ കിട്ടുമെന്ന് തോന്നുന്നു, ഒരു എപ്പിക്കിൻ്റെ. അപ്പോൾ അതെന്തായാലും നോക്കട്ടെ. നമുക്ക് ഇങ്ങോട്ട് അടിക്കാം ഗൈസ്. ഗൈസ് അത് തടഞ്ഞ് ഗൈസ്, ബോൾ തട്ടി ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കത് എന്തായാലും കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, കംപ്ലീറ്റ് ആവും ഗൈസ്, കംപ്ലീറ്റ് ആവും. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെ ഇനി വന്നിട്ടുണ്ട് നമുക്ക് നോക്കട്ടെ. എന്തായാലും വേറെ പിക്ക് പാക്കൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. നെതർലാൻഡ്സിൻ്റെ പാക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കങ്ങനെ ഫ്രീ സ്പിൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് 100 കോയിൻ കൂടി നമുക്ക് കിട്ടും ഗൈസ്. അത് കളിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും വേറെ എന്തൊക്കെ വന്നു നോക്കട്ടെ. പാക്ക് നോക്കണമെങ്കിൽ ഒബ്ജക്റ്റീവ് എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. ഇല്ല ഗൈസ്, ഒബ്ജക്റ്റീവ് വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും പാക്കിലേക്ക് പോകാം. പാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ 2 പ്ലെയർ ഓഫ് ദി ഗോ നടക്കുന്നുണ്ട് ഗൈസ്. ഒരെണ്ണം നമ്മുടെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി ഗോ നടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്രീ സ്പിൻ കിട്ടാൻ ചാൻസ് ഇല്ല. റാഫേലിയോ ഉണ്ട്, അതുപോലെ തന്നെ ജോലിസ്കോൻ്റെ ഒബ്ലാക്ക്, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ്, കിടിലം പ്ലേയേഴ്സ് കിടക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഫ്രീ സ്പിൻ കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പ്ലെയർ ഓഫ് ദി ഗോ നമ്മുടെ വിനീഷ്യസ് ജൂനിയർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, അതുപോലത്തെ കുറച്ച് കിടിലം പ്ലേയേഴ്സൊക്കെ വന്ന് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ സെൻറ്റർ ബാക്ക് ഒബമിക്കാനൊക്കെ വന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്ലെയർ ഓഫ് ദി ഒക്കെ. ബ്രൂണോ ഫെർണാണ്ടസ് ഹോൾ പ്ലെയറാണ്. പ്ലെയർ ഓഫ് ദി ഇതൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ കിടിലം പ്ലെയർ ഓഫ് ദി തന്നെയാണ്, കുഴപ്പമില്ല. നല്ല പ്ലേയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റേ ചാമ്പ്യൻഷിപ്പ് ക്ലബിൻ്റെ ആ പ്ലെയർ ഓഫ് ദിക്ക് നമ്മൾ മിക്കവാറും കോയിൻ കൊടുത്ത് ഇറങ്ങേണ്ടി വരും. അപ്പോൾ പാക്കിൻ്റെ കാര്യത്തിൽ ഇത്രയാണ് ഗൈസ് പറയാനുള്ളൂ. ഇനി നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകാം. മാച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇവൻറ്റ് വേഴ്സസ് AI ഗൈസ്. നമ്മുടെ AI മാച്ചിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീ സ്പിൻ കിടക്കണം. ഇതിനകത്തെന്ന് വെച്ചാൽ ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ പ്ലെയർ ഓഫ് ദിന് ഫ്രീ സ്പിൻ കിടക്കുന്നുണ്ട്. പിന്നെ ഇതെന്തിട്ടാണ്, ഇത് ജപ്പാൻ്റെ ഫ്രീ സ്പിന്നാണ്. ഓക്കെ, അപ്പോൾ പ്ലെയർ ഓഫ് ദിന് ഫ്രീ സ്പിൻ അതിനകത്ത് കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ കോയിൻ ഇവൻറ്റ് ഇതെന്താണ്, യൂറോപ്യൻ നാഷണൽ ടീംസ്. ഓക്കെ ഗൈസ്, ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റാൻഡം ബൂസ്റ്റർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ റാൻഡം ബൂസ്റ്റർ വേണ്ടവരൊക്കെ ഈ മാച്ച് കളിച്ച് അതൊക്കെ എന്തായാലും എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് കളിച്ചാൽ റാൻഡം ബൂസ്റ്റർ കിട്ടും. അപ്പോൾ മേ ബി ഇത് കളിച്ചാലായിരിക്കും കോയിൻ കിട്ടുക. ഓക്കെ ഗൈസ്, ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ ഒരാവശ്യമില്ലാതെ വെറുതെ ഞാൻ നെതർലാൻഡിൻ്റെ പാക്കിൽ ഒരു 600 കോയിൻ വെറുതെ കളഞ്ഞു ഗൈസ്. എനിക്കൊരു തേങ്ങ പോലും കിട്ടിയില്ല. അപ്പോൾ 900 കോയിനുണ്ട്. ഓക്കെ, വേറെ ഒബ്ജക്റ്റീവിനകത്തൊന്നും വേറെ വന്നിട്ടില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓക്കെ, ഒബ്ജക്റ്റീവിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും മാച്ചൊക്കെ കളിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മാച്ച് കളിച്ച് നമ്മളെന്തായാലും ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കറക്കി നോക്കാം ഗൈസ്. അപ്പോൾ ആരെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും കറക്കട്ടെ ഗൈസ്. 3 ഫ്രീ സ്പിന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടൈം ഏത് കറക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് പ്ലെയർ ഓഫ് ദി ഗോ ഇറക്കിയേക്കാം. പ്ലെയർ ഓഫ് ദി ഗിൽ എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ടാർഗറ്റ് ഗൈസ് ഈ ചങ്ങായി എൻ്റെ ഉള്ളതാണ്. എനിക്ക് ഇവനെ തന്നെ തരും ഗൈസ്. അതാണ് വേറൊരു ട്വിസ്റ്റ് ഗൈസ്. വേറെ എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ടാർഗറ്റ് ഒരാൾ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഹോൾ പ്ലെയർ ആണ് ഗൈസ്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഒരു ടാർഗറ്റ്. പിന്നെ വിനീഷ്യസ് ജൂനിയർ ആണ് ഗൈസ് മറ്റൊരു ടാർഗറ്റ്. അപ്പോൾ വിനീഷ്യസ് പൊളിഫിക് വിങ്ങർ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയാനുള്ളത്. നമുക്കെന്തായാലും സ്പിന്നെടുത്ത് നോക്കാം. അപ്പോൾ നമുക്കെന്തായാലും ക്യാൻസലൊക്കെ ചെയ്ത് എന്തായാലും സ്പിന്നെടുക്കാം. ആര് കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്ത മറ്റേ വിനീഷ്യസ് എൻ്റെ ഉണ്ട് 101 റേറ്റിൻ്റെ. ഓക്കെ, ഈ വിനീഷ്യസ് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. എന്തൊക്കെയോ സ്കില്ല് കൊടുത്തിട്ടുണ്ട്, ലോങ് റേഞ്ച് കേളർ എന്ന് പറഞ്ഞൊരു സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. ഹെർ വി ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലെയർ ഓഫ് ദിൻ്റെ സ്പിന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാരായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഉള്ളിൽ പച്ച കളറും കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാരാന്ന് എന്തായാലും നമുക്ക് നോക്കാം.
ഗൈസ് ആരാണ് സ്പാനിഷ് ലീഗ് ഗൈസ് നമ്പർ 7 ഗൈസ് വിനീഷ്യസ് ജൂനിയറിനെ തന്നെ നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് 2-3 ആഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ലക്കാണ് ഗൈസ്, എന്താണെന്നറിയില്ല. ഓക്കെ, ലെഫ്റ്റ് വിങ് ഫോർവേഡ് വിനീഷ്യസ് ജൂനിയറിന് എന്തായാലും കിട്ടിയിട്ടുണ്ട്, ബൂസ്റ്റർ കാർഡാണ്. അപ്പോൾ എന്തായാലും കളിപ്പിച്ചൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ ഗെയിം പ്ലേ കിട്ടണമെന്നുണ്ട് ഗൈസ്, പക്ഷേ നമുക്ക് ലാഗാണ്, ഭയങ്കര ലാഗാണ് ഗൈസ്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഗാണ്, അതുകൊണ്ടാണ് നമ്മൾ ഗെയിം പ്ലേ വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ ഈ ഫ്രീ സ്പിൻ എന്തായാലും നമുക്ക് ചുമ്മാ സ്പിൻ ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് പ്ലെയർ ഓഫ് ദി വീക്ക് അപ്പോൾ നിങ്ങൾക്ക് ആര് കിട്ടിയെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും വിനീഷ്യസിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെൻറ്റർ ഫോർവേഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഫ്രീ സ്പിൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പിക്കിൻ്റെ ഫ്രീ സ്പിന്നാണ്, ബെക്കാമിൻ്റെയും അതുപോലെ തന്നെ ടോണി ആഡംസ്. ഓക്കെ, എനിക്ക് അതിനകത്ത് നിന്ന് ഓൾറെഡി എനിക്ക് 2 പ്ലേയേഴ്സിനെ കിട്ടി. ഒരാൾ പാൽമറും പിന്നെ ഒരാൾ ആ എപ്പിക്ക് ടോണി ആഡംസിനെ കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിനി വേണ്ടത് ബെക്കാമിനെയാണ്. അപ്പോൾ ബെക്കാമിന് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല കേസ്. അപ്പോൾ മേ ബി ഇവന്മാരെന്നെ തേക്കാനാണ് ചാൻസ് കൂടുതലും. എനിക്ക് എന്നിട്ട് അവസാനം കൊണ്ടുവന്ന് ബെക്കാമിനെ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ കേസ്. ഞാനപ്പോൾ ഇതിനകത്തും ക്യാൻസലൊക്കെ ചെയ്തൊന്ന് കറക്കി നോക്കുവാണ്. അപ്പോൾ ബെക്കാമിനെ കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് കേസ്. അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിൽ ബെക്കാമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും സ്പിന്നെടുത്ത് നോക്കട്ടെ. അപ്പോൾ ഹെർവി ഹോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് 2 എപ്പിക്കൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ്. ഹെർവി ഹോ എപ്പിക്കാണ് ഗൈസ്. അല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ല എമ്മറിനെ തേച്ച് ഉള്ളിൽ പച്ചക്കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പറയാൻ പറ്റില്ല ഗൈസ്, ചിലപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ എപ്പിക്കായിരിക്കും. നോക്കട്ടെ. അല്ല ഗൈസ്, അല്ല എപ്പിക്കല്ല. ഓക്കെ ഗൈസ്, എനിക്ക് ഡാനി കാർവാളിനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതെനിക്ക് മിക്കവാറും വെക്കാൻ അവസാനത്തേക്ക് വേണ്ടി വെച്ചേക്കണേ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. ബൈ ഗൈസ്, ബൈ.